മാർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 10 മുതൽ 13 വരെയുള്ള തിരുവചനങ്ങൾ. വെള്ളത്തിൽ നിന്ന് കയറുമ്പോൾ പെട്ടെന്ന് ആകാശം പിളരുന്നതും ആത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ തൻ്റെ മേൽ ഇറങ്ങി വരുന്നതും അവൻ കണ്ടു. സ്വർഗത്തിൽ നിന്ന് ഒരു സ്വരമുണ്ടായി, നീ എൻ്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഉടനെ ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നയിച്ചു. സാത്താനാൽ പരീക്ഷിക്കപ്പെട്ട് 40 ദിവസം അവൻ മരുഭൂമിയിൽ വസിച്ചു. അവൻ വന്യമൃഗങ്ങളോടുകൂടെയായിരുന്നു. ദൈവദൂതന്മാർ അവനെ ശുശ്രൂഷിച്ചു. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഈശോയുടെ സാന്നിധ്യം ആഗ്രഹിക്കുന്ന, പരിശുദ്ധാത്മാവിലെ നയിക്കപ്പെടണം, നടത്തപ്പെടണമെന്നൊക്കെ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. ഞാൻ നിങ്ങളൊക്കെ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന, ദൈവത്തോട് കൂടെ ഇരിക്കുന്ന ഒരു വ്യക്തിയാണോ? അല്ലെങ്കിൽ ദൈവം പ്രസാദിച്ച സ്വർഗം ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണോ? നമ്മൾ വചനത്തിലൂടെ കാണുക, ജ്ഞാനസ്നാനം കഴിഞ്ഞ് ജോർദാനിൽ നിന്ന് കരയ്ക്ക് കയറിയ ഈശോയോട് സ്വർഗം തുറക്കപ്പെട്ട് നീ എൻ്റെ പ്രിയപുത്രൻ, നിന്നിൽ പ്രസാദിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. പക്ഷെ അതിന് ശേഷമുള്ള വചന പ്രധാനം, അവനെ ആത്മാവ് നയിച്ചത് മരുഭൂമിയിലേക്കാണ്. അവിടെ അവനെ ആയിരുന്നത് വന്യമൃഗങ്ങളോട് കൂടിയാണ്. എങ്കിലും ദൈവദൂതൻ അവനെ ശുശ്രൂഷിച്ചെന്നാണ് വചനം എഴുതിയേക്കുന്നത്. എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ നമ്മളായിരിക്കുന്ന സാഹചര്യം ഒരു മരുഭൂമിയുടെ അനുഭവമാണോ? നമ്മളെ മറ്റുള്ളവർ കാണുന്ന ഒരു വന്യമൃഗത്തെ പോലെ, അല്ലെങ്കിൽ പ്രാകൃതമായ രീതിയിൽ നമ്മളൊട്ടും ഇഷ്ടപ്പെടാത്ത, നമ്മൾ ആഗ്രഹിക്കാത്ത, നമുക്ക് മനസ്സുകൊണ്ട് സന്തോഷിക്കാനൊന്നും പറ്റാത്ത ഒരു സാഹചര്യത്തിലൊക്കെയാണോ നമ്മളായിരിക്കുന്നത്? ഏത് രാജ്യത്തായിക്കൊള്ളട്ടെ, ഏത് ദേശത്തായിക്കൊള്ളട്ടെ, എവിടെയായിക്കോട്ടെ, ഒരു പക്ഷേ വീട്ടിലായിരിക്കാം, വെളിയിലായിരിക്കാം, എവിടെയായിക്കൊള്ളട്ടെ. പക്ഷേ നമ്മളോട് കൂടെ ആയിരിക്കുന്നവർ, അല്ലെങ്കിൽ നമ്മളാരോട് കൂടി ആയിരിക്കുന്ന അവരൊക്കെ നമ്മളോട് ബിഹേവ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതാണ്. ഒരു നമ്മൾ പക്ഷേ താമസിക്കുന്നിടത്ത് കടുവയോ പുലിയോ ആനയോ ഒന്നും ആയിരിക്കണമെന്നില്ല. പക്ഷേ അതിനെ എങ്ങനെയാണോ നോക്കിക്കാണുന്നത്, ആ ഒരു മനോഭാവത്തോടു കൂടി, ആ ഒരു സ്വഭാവത്തോടു കൂടി നോക്കിക്കാണുന്ന ആളുകളുടെ നടുവിലായിരിക്കാം ഒരു പക്ഷേ നമ്മൾ. രണ്ടാമത്തെ കാര്യം, ഒരു പ്രതീക്ഷയില്ലാത്ത, ഒരു പച്ചപ്പും ഇല്ലാത്ത, ജലമില്ലാത്ത ഒരു മരുഭൂമി അനുഭവം പോലെ ആയിരിക്കാം. ജീവിതത്തിൽ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട്, എല്ലാവരാലും ഒറ്റപ്പെട്ട്, തിരസ്കരണത്തിൻ്റെ വക്കിൽ നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ട് നമ്മൾ മാറാം. അവിടെയൊക്കെ ദൈവദൂതന്മാർ നമ്മളെ പരിപാലിക്കും. നമ്മൾ പരിഭവം ഇല്ലാതെ, സങ്കടം ഇല്ലാതെ, ഇത് തമ്പുരാൻ തന്ന കൃപയാണ്, ദൈവത്തിൻ്റെ വലിയ സ്നേഹം കൊണ്ടാണ്, പരിശുദ്ധാത്മാവാണ് നമ്മളെ നയിച്ചുകൊണ്ട് ഈ ജീവിതത്തിൻ്റെ ഈ മരുഭൂമി അനുഭവത്തിലേക്ക് കൊണ്ടുവന്നെന്നുള്ള ബോധ്യം നമുക്കുണ്ടാകുമ്പോൾ, അത് തിരിച്ചറിഞ്ഞ് നമ്മൾ തമ്പുരാനോട് കൂടെ ഈ അവസ്ഥയിലും ദൈവത്തെ മഹത്വപ്പെടുത്താൻ തയ്യാറായ ദൈവത്തിൻ്റെ കൃപ നമ്മളിലേക്ക് ഒഴുകും. നമുക്ക് പ്രാർത്ഥിക്കാം, തമ്പുരാനെ, എൻ്റെ ജീവിതത്തിലെ ഈ മരുഭൂമി അനുഭവം, എൻ്റെ ജീവിതത്തിലെ ഈ വന്യമൃഗങ്ങളോട് കൂടെ ആയിരിക്കുന്ന ഈ അവസ്ഥ, ദൈവമേ, ഇത് നീ എനിക്ക് നിൻ്റെ കൃപ എന്നിലേക്ക് ഒഴുക്കാൻ നീ അനുവദിച്ചു തന്നതാണെന്നുള്ള വലിയ ബോധ്യം നീ എനിക്ക് തന്നതിന് നിനക്ക് ഞാൻ നന്ദി പറയുന്നു. നിൻ്റെ കൃപയാൽ, നിൻ്റെ സ്നേഹത്താൽ എന്നെ നിറയ്ക്കണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.